ശുശ്രൂഷകന്മാർക്ക് ലഭിക്കുന്ന ഒരു പേര് അയക്കപ്പെട്ടവൻ എന്നാണ് അവരുടെ പേര്. അയക്കപ്പെട്ടവൻ. ശുശ്രൂഷകന്മാർക്ക്, ഇടയന്മാർക്ക്, സുവിശേഷകന്മാർക്ക്, ഉപദേശകന്മാർക്ക് ഇവരുടെ മേലെല്ലാം വ്യത്യസ്ത കൃപാവരങ്ങൾ ജ്വലിക്കാറുണ്ട്. കൃപാവര പ്രാപ്തരാണിവർ. ഒരാൾക്ക് ജ്ഞാനത്തിൻ്റെ വരവാണെങ്കിൽ ഒരാൾക്ക് പരിജ്ഞാനത്തിൻ്റെ വരം. ആമേൻ. ഇതെല്ലാം നിങ്ങളുടെ മേൽ വെളിപ്പെടണം. ഞാൻ എന്നെ എടുത്ത് പറയാനുള്ള സമയം ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരുമെന്ന് വിശ്വസിക്കുന്നു. സമയമുണ്ടെങ്കിൽ അവിടെ വരെ വരും. ആമേൻ. ഈ കൃപാവരങ്ങളുടെ 9 വരങ്ങളും നിങ്ങളുടെ അകത്ത് ജ്വലിക്കണം. 9 വരവും ജ്വലിക്കുന്ന ഒരാളുടെ പേരാണ് അപ്പോസ്തലൻ. ആമേൻ. ഏത് സമയത്ത് ഏത് കൃപാവരമാണോ ജ്വലിക്കേണ്ടത് അത് അപ്പോസ്തലന്റെ അകത്ത് ജ്വലിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാം ഒരുമിച്ച് പറയുമ്പോൾ അവരുടെ പേര് അപ്പോസ്തലന്മാരെന്ന് പറയും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ എല്ലാം ഒരുമിക്കുമ്പോൾ അവരെ ഒന്നെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരെന്നോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെന്നോ ആണ് പറയുന്നത്. കാരണം അപ്പോസ്തലൻ ഒരു പൂർണ്ണതയാണ്. ആ പൂർണ്ണതകൾക്കകത്ത് ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ജ്വലിച്ചിരിക്കും. അപൂർണനായ മനുഷ്യൻ്റെ മേൽ പൂർണ്ണതയുള്ള ദൈവം വെളിപ്പെടുമ്പോൾ ഇതിൻ്റെ ഒത്തിരി കണക്കുകളുണ്ട്. ആ കണക്കുകൾ അവതരിപ്പിക്കാൻ ഞാൻ ഇന്ന് പകരം തയ്യാറാക്കുന്നില്ല. ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ദൈവവചനത്തിൻ്റെ ഭാഗമായി സംസാരിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ അതുമായിട്ട് പോകാതെ ഇന്ന് പകരം നിങ്ങളോട് ഈ വിഷയം സംബന്ധിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഒരു പൂർണ്ണത ഒരു മനുഷ്യൻ ആഗ്രഹിച്ചാൽ അവൻ്റെ അകത്ത് ദൈവം ആഗ്രഹിച്ച കൃപാവരങ്ങളെ അവൻ ജ്വലിപ്പിച്ചിരിക്കും. ആമേൻ. ക്രിസ്തു ശരീരത്തിൻ്റെ പൂർണ്ണമായ ഫങ്ഷൻസ്, പൂർണ്ണമായ പദ്ധതികൾ നിവർത്തീകരിക്കേണ്ടതിനാണ് ദൈവത്തിൻ്റെ കൃപാവരങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നിമിഷം മുതൽ ഇവർ അറിയാതെ തന്നെ ഇവരുടെ ഉള്ളിലൂടെ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ജ്വലിക്കുവാൻ തുടങ്ങി. ആമേൻ. പരിശുദ്ധാത്മാവ് ഇവരുടെ അകത്ത് വന്നപ്പോൾ തന്നെ കൃപാവരങ്ങളുടെ ജ്വലനം, ഇവരുടെ വിളിയുടെ മേലുള്ള കൺഫർമേഷൻ ആയിരുന്നു ഈ കൃപാവരം. നമ്മൾ ചിന്തിക്കുന്ന വചനത്തിൻ്റെ ഈ റോമാലേഖനത്തിൻ്റെ വാക്യവും അങ്ങനെ തന്നെയാണ് പ്രബോധിപ്പിക്കപ്പെട്ടിരുന്നത്. ഞാൻ നിങ്ങളുടെ മേൽ കരം വെച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കൃപാവരം ജ്വലിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സഭയ്ക്കൊരു സ്ഥിരീകരണം ഉണ്ടാകണം എന്ന് പറഞ്ഞാട്ടെ. സഭയുടെ മേൽ ഒരു സ്ഥിരീകരണം ദൈവം ചെയ്യാൻ പോവുകയാണ്. ഈ ദൂതിനെ കര ഉയർത്തിപ്പിടിക്കണം. ഹല്ലേലൂയ. 2 ഭാഗത്തിനകത്തേക്ക് അത് വിരൽ ചൂണ്ടപ്പെടും. സഭ എന്നുള്ളത് നിങ്ങളെന്ന വ്യക്തി സഭയാണ്. നിങ്ങളുടെ മേൽ ദൈവം വിളിച്ച വിളിയുടെ യഥാർത്ഥ കൺഫർമേഷൻ നിങ്ങളുടെ മേൽ വെളിപ്പെടും. നല്ല ആമേൻ പറയണം. നല്ല ആമേൻ പറയണം. നല്ല ആമേൻ പറയണം. നിങ്ങളുടെ മേൽ കൺഫർമേഷൻ നൽകുന്നത്, സ്ഥിരീകരണം നൽകുന്നത് കൃപാവരങ്ങളുടെ ജ്വലനത്തിനകത്തൂടെയാണ്. ഹല്ലേലൂയ. നിങ്ങളെന്ന ആള് നിങ്ങളിൽ ഇന്ന് വരെ തുടങ്ങാത്ത ഒന്ന് നിങ്ങളിൽ ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലൂടെയാണ്. ഹല്ലേലൂയ. ഒന്ന് ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവിലുള്ളത് എൻ്റെ മേൽ തുറക്കപ്പെടണം. ആമേൻ. ആമേൻ. പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് തുടങ്ങണം. ചരിത്രത്തിനകത്തൂടെയൊക്കെ ഒന്ന് പോകണം. ആമേൻ. ചരിത്രത്തിനകത്ത് നടന്ന ഉണർവുകളെയൊക്കെ ഒന്ന് തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഭാഗത്തിനകത്തേക്ക് വരിക. നമ്മൾ എഫെസ്യ ലേഖനം പഠിക്കാൻ നേരത്ത് അതിൻ്റെ 2-ാമത്തെ പാരഗ്രാഫത്തിലേക്ക് വരുന്നതിന് മുമ്പ് അപ്പോസ്തലൻ പ്രാർത്ഥനയ്ക്ക് മുമ്പ് പറയുന്നതാണ്, അത് നിമിത്തം ഞാൻ ഇതിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് നിമിത്തം എന്താണ് ഈ അത് നിമിത്തം? അഥവാ 16-ാം വാക്യത്തിലാണ് ഈ അത് നിമിത്തം എന്ന വാക്ക്. ആ വാക്ക് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുന്ന വചനമാണ്. എന്ന് പറ, നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് എല്ലാവരുടെയും ഞാൻ ഇനി പറയുന്ന വേടിൻ്റെ കട്ടി
അല്പം കൂടെ കനമേറിയതാ. ആ തലത്തിൽ തന്നെ പിടിച്ചുകൊണ്ട് പോകണം. ഒരു ലിമിറ്റേഷനും ആ വിഷയത്തിൽ കാണാൻ പാടില്ല. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രയിട്ടിരിക്കുന്നു. എന്തിനായിട്ട്? ഒന്ന് വേണമെങ്കിൽ ആ ഭാഗം ഒന്ന് തുറന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം നിങ്ങളൊന്ന് കയറി വരാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് സംസാരിക്കാം. എല്ലാ ഉറക്കത്തിൻ്റെ സ്പിരിറ്റും മാറിപ്പോകട്ടെ, എല്ലാ മന്ദതയും മാറിപ്പോകട്ടെ, ഉന്മേഷത്തിൻ്റെ ആത്മാവ് നിങ്ങളെ തൊടട്ടെ. 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിച്ചു. തന്റെ സ്വന്ത ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്തു. പ്രാർത്ഥിക്കാം. 14-ാം വാക്യം. അച്ചാരം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. അഡ്വാൻസ് എന്ന പദമാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. അഡ്വാൻസ് ലഭിച്ചതുപോലെയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പറ. പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാം വളരെ ഈസി ആയിട്ട് വരും. ഇൻ സ്പിരിറ്റിനകത്താണ്, പരിശുദ്ധാത്മാവിനകത്താണ് ബാക്കിയെല്ലാം കിടക്കുന്നത്. ആമേൻ. പൗലോസ് സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള കാരണം ഇവരുടെ മേൽ പരിശുദ്ധാത്മാവ് കിട്ടി. ആത്മാവിന് കിട്ടിയവർക്കായി സ്തോത്രം. ഇവരുടെ മേൽ പരിശുദ്ധാത്മാവ് പതിക്കപ്പെട്ടത് കൊണ്ട് ബാക്കിയെല്ലാം തുറക്കുമെന്ന് ആ അഭിഷിത്തിന് നല്ലപോലെ അറിയാം. ഇന്ന് പകലും എൻ്റെ മേൽ എനിക്കുള്ള കോൺഫിഡൻറ്റ് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ബാക്കി ഉള്ളതെല്ലാം തുറക്കും. ആമേൻ, ആമേൻ. എൻ്റെ കൂടെ കയറി വരണം, എൻ്റെ കൂടെ കയറി വരണം. മഹത്വത്തിന്റെ പുകഴ്ചയാകേണ്ടതിനാണ് നമ്മുടെ അവകാശമായി, അവകാശത്തിന്റെ അച്ചാരമായി പരിശുദ്ധാത്മാവിനെ തന്നേക്കുന്നത്. ആമേൻ. നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഗ്ലോറിയിലേക്ക്, ദൈവം നിനക്ക് തന്ന ഗ്ലോറി എന്ന മഹിമയിലെ, ഗ്ലോറി എന്ന ആ അവസ്ഥയിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകണം. അതിന് നിങ്ങളുടെ മേല് നിങ്ങളുടെ കഴിവുണ്ടായാൽ പോരാ, നിങ്ങൾ സഭയിലേക്ക് അംഗത്വം സ്വീകരിച്ചാൽ പോരാ, മറിച്ച് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. ആമേൻ, ആമേൻ, ആമേൻ. ഈ ആഴ്ചയിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ഒത്തിരി കൊതിക്കണം. പരിശുദ്ധാത്മാവിനെ ഒത്തിരി മനസ്സിൽ ധ്യാനിക്കണം. ആമേൻ. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഒരുപാട്, എന്താണോ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങളുടെ ചിന്തകൾ മാറണം. ആത്മാവ് വൻ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്യും. യോഹന്നാന്റെ സുവിശേഷത്തിനകത്തേക്ക്, ഞാൻ ഈ ഭാഗത്തേക്ക് മടങ്ങി വരാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിനകത്താണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു ആദ്യമായിട്ട് ഒരു പ്രത്യേക അനുഭവത്തിൽ വെളിപ്പെടുത്തുന്നത്. അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളിലേക്ക് വായിക്കുമ്പോഴാണ് യേശു പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാനൊരു കാര്യം നിങ്ങളുടെ അകത്തോട് ഞാൻ ശ്രദ്ധിച്ച്, ഇപ്പം ആരും വായിക്കണ്ട, എഴുതി വെച്ചിട്ട് വീട്ടിൽ പോയി വായിച്ചാൽ മതി. വായിക്കാനുണ്ടെങ്കിൽ ഞാൻ വായിപ്പിക്കാം. നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളുടെ അടുക്കൽ നിന്ന് പോകാൻ പോവുക. ആര്? യേശു കർത്താവ് നിങ്ങളുടെ അടുക്കൽ നിന്ന് പോകാൻ പോവുകയാണ്. പോയില്ല, പോകാൻ പോകുക. അപ്പം ഇവര് യേശു ഇവരിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഇവരുടെ ഇടയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവർ തിരിച്ചറിയേണ്ടതിന് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് യേശു അവരോട് സംസാരിക്കുന്ന ഭാഗമാണ്. പറയുന്ന വാക്കിതാണ്, ഞാൻ എവിടേക്ക് പോകുന്നുവെന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. അതിനു മുമ്പ് താൻ പോകുന്നതിനെ പറ്റി പറയും. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കുകയുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അഥവാ യേശു പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഇവരുടെ ഉള്ളിൽ ദുഃഖമായി. ഇവരെന്താണ് എക്സ്പെക്റ്റ് ചെയ്തതെന്ന്, ഇവരെന്താണ് യേശു ക്രിസ്തുവിലൂടെ ആഗ്രഹിച്ചതെന്ന്, ആ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ദുഃഖമാണ് പത്രോസ് ഉൾക്കൊള്ളുന്ന ആ കൂട്ടത്തിൻ്റെ നടുവിൽ, പ്രത്യേകിച്ച് ശിഷ്യന്മാരുടെ അകത്തുണ്ടാകും. അപ്പോൾ യേശു പറയുന്ന 7 മുതലുള്ള ഭാഗങ്ങൾ അല്പം കൂടെ വ്യക്തതയുള്ള വാക്കുകളാണ് നമ്മൾ പഠിക്കണം. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം.
ഈ വാക്കുകളൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ, ഞാൻ പോകുന്നത്, ഞാൻ നിങ്ങളോടൊരു സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഒന്ന് പറഞ്ഞേ, കാര്യസ്ഥൻ എന്താണ്? എഫെസ്യ ലേഖനത്തിൽ മുദ്ര എന്ന രീതിയിൽ മുദ്രയിട്ടിരിക്കുന്നു, അച്ചാരം അഡ്വാൻസ് ആയി തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു ഈ വിഷയത്തെ മുൻപേ പറയുകയാണ്, കാര്യസ്ഥൻ. കാര്യസ്ഥൻ, ആമേൻ എന്ന് പറ നന്നായിട്ട്. കാര്യസ്ഥൻ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമായി. യേശു പറയുന്ന വാക്കുകൾ ഒന്ന് പുറകോട്ടെടുത്ത് ഞാൻ പറയാം. ദൈവം എന്നോട് സംസാരിച്ച രീതി. ഞാൻ ലോകത്തിന്റെ വെളിച്ചമായി ഭൂമിയിൽ വന്നു, ലോകത്തിന്റെ പാപത്തിന് വേണ്ടി എൻ്റെ ശരീരത്തെ കാൽവറി കുരിശിൽ യാഗമാക്കി ലോകത്തിന്റെ പാപത്തിന്റെ മറുബലിയായി മരിച്ചു. എനിക്ക് വേണ്ടിയാണോ? നിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? മുഴു ലോകത്തിന് വേണ്ടിയും. ഒരു സ്തോത്രം ചെയ്യണം. ആമേൻ. മുഴു ലോകത്തിന് വേണ്ടിയാണ് യേശു തൻ്റെ ശരീരത്തെ കാൽവറിയിൽ അറുക്കപ്പെടുവാൻ വിട്ടുകൊടുത്തത്. പറഞ്ഞിട്ട് എന്നെ മിണ്ടാതിരിക്കുന്ന ഇങ്ങനെ. സകല ശാപങ്ങളും പൊട്ടുന്ന സ്ഥലം അവിടെയാണ്. സകല രോഗങ്ങളും സൗഖ്യമാകുന്ന സ്ഥലം അവിടെയാണ്. സകല വിടുതലിൻ്റെയും കേന്ദ്രം അവിടെയാണ് കിടക്കുന്നത്. എഫെസ്യ ലേഖനത്തിൽ പറയുന്ന വാക്ക് ഒന്ന് കടമെടുത്താൽ, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ക്രിസ്തുയേശുവിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, മുൻനിർണയിച്ചിരിക്കുന്നു, ദത്തെടുത്തിരിക്കുന്നു എന്നുള്ള പദം ആവർത്തിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് വീണ്ടെടുപ്പുണ്ട്. ആമേൻ. എല്ലാ ആദിയേക്കാളും, എല്ലാ ആദ്യം പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തെക്കാളും യോഹന്നാന്റെ സുവിശേഷത്തെക്കാളും, ഉൽപ്പത്തി പുസ്തകം പറയുന്ന ആദിക്ക് മുമ്പിലാണ് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം പറയുന്നതിന് മുമ്പിലുള്ള കാര്യങ്ങളാണ് എഫെസ്യ ലേഖനത്തിന്റെ ആദ്യം പറയുന്നത്. ക്രിസ്തുയേശുവിൽ മുൻപേ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നെ ദത്തെടുത്തിരിക്കുന്നു, നിന്നെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു എന്ന് പറയാണ്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട നിനക്ക് വീണ്ടെടുപ്പുണ്ട് എന്നാണ് പറയുന്നത്. ഈ വാക്യത്തിന്റെ ആശയം മുഴുവനായി കിട്ടണമെങ്കിൽ അങ്ങനെ തെരഞ്ഞെടുത്തിരുന്ന, അങ്ങനെ ദത്തെടുത്തിരുന്ന ആ ആള് പാപം മുഖാന്തരമായി വീണ്ടെടുക്കാൻ കഴിയാത്ത രീതിയിൽ അകന്നു പോയപ്പോൾ നിനക്ക് വീണ്ടെടുപ്പുണ്ടെന്നാണ് പറഞ്ഞത്. 14 വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, അങ്ങനെ പാപം മുഖാന്തരമായി ദൈവസന്നിധിയിൽ അകന്നുപോയ നിന്നെ വീണ്ടെടുത്ത് അവൻ്റെ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ മുദ്രയിടപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ അകത്ത് ചിലത് തുറക്കണം പോവാ. ഞാൻ പുറകോട്ട് മുന്നോട്ട് പോകുന്നത് ചിലത് തുറന്ന് കാണണം. എനിക്കൊന്ന് തുറക്കാൻ പോവാ എന്ന് പറ. നിങ്ങളുടെ അകത്തിരിക്കുന്ന ഹോളി സ്പിരിറ്റിനകത്ത് ഇതെല്ലാം ഉണ്ട്. വാഞ്ചിക്കുക, ആഗ്രഹിക്കുക, തുറക്കാൻ ആഗ്രഹിക്കുക, അത് തുറന്നു തന്നെ വരും. ഇവിടെ രാവിലെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ് ഈ നദി ഒഴുകാൻ പോവാണ്. ആമേൻ. ഹോളി സ്പിരിറ്റിൻ്റെ നദിക്ക് ഉദാഹരണം പറയാൻ പറ്റുന്ന ഒരേ ഒരു നദി ബൈബിളിലുള്ള നദി ഏദനിലെ നദിയാണ്. ഏദനിലെ നദി ഏദനിൽ കടന്ന് വട്ടം കറങ്ങിയെന്നല്ല പറയുന്നത്, ഏദനിൽ നിന്ന് അത് ഒഴുകി, അത് രാജ്യങ്ങളിലേക്കും ഭൂഖണ്ഡങ്ങളിലേക്കും ഒഴുകി. ഹല്ലേലൂയ. അത് പോയിടത്തെല്ലാം ജീവനുണ്ടായി. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ആ ജീവജല നദിയെക്കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. ഇല്ലാത്തത് ഉള്ളതുപോലെ ജീവിപ്പിക്കുന്ന ദൈവമായി ഈ നദി ഇന്ന് നിൽക്കുകയാണ്. അത് മുണ്ടക്കയത്ത് നന്നായിട്ട് ഒഴുകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഈ മീനച്ചിലാരുടെ നദി ഒഴുകുന്നത് പോലെ അല്ല, ഇതെല്ലാ കുടുംബത്തിലേക്ക് ഒഴുകും. ഇനി കേൾക്കുന്ന വേടുകളൊക്കെ നിങ്ങൾ ആ രീതിയിൽ പിടിക്കണം. നിങ്ങൾ ഈ ദേശത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുകയാണെന്ന് ഓർത്തുകൊണ്ട് ഈ വചനത്തെ പിടിക്കണം. ഞാൻ ഈ ഇത്ര ബാക്ക്ഗ്രൗണ്ട് ഇടുന്നത് ഇത് നിങ്ങളുടെ അകത്ത് അതുപോലെ വീഴാൻ വേണ്ടിയാണ്. നിങ്ങൾ ഈ ദേശത്തിൻ്റെ പ്രതിനിധികളാണ്. നിങ്ങൾ അവർക്കും വേണ്ടിയാണ് ഈ വചനം പിടിക്കുന്നത്, സ്വീകരിക്കുന്ന ഉൾബോധ്യത്തോടെ ഈ വചനത്തെ സ്വീകരിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. കാര്യസ്ഥൻ എങ്ങോട്ട് വരുമെന്നാ പറഞ്ഞേ? എങ്ങോട്ട് വരുമെന്നാ വചനം പറയുന്നു?
നിങ്ങൾ വാക്യം വായിക്കണം. ഇനി എല്ലാവരും ബൈബിൾ തുറന്നൊന്ന് വായിച്ചാൽ അത് കാണാൻ പറ്റും. 16-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കൽ അയക്കും. നിങ്ങളുടെ അടുക്കൽ അയക്കും. നിങ്ങളുടെ അകത്തയക്കും എന്നാണോ മേളിലയക്കും എന്നാണോ? അടുക്കലയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന്, ആരാണ്? വിശ്വാസികൾക്ക് അല്ല, ലോകത്തിന് ബോധം വരുത്തും. ഓക്കെ, ഇപ്പം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് പാപികൾക്ക് വേണ്ടിയാണ്, അല്ലെ? യേശുക്രിസ്തു എന്ന കർത്താവ് ഭൂമിയിൽ നിന്നും മാറി തന്നെ അയച്ച പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങുമ്പോൾ അടുത്ത കാര്യസ്ഥൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക. ഒന്നാമത്തെ ഭാഗം, അവൻ ലോകത്തിന് ബോധം വരുത്തും. പറ, ലോകത്തിന്. അവൻ പരിശുദ്ധാത്മാവ് സഭയുടെ കാര്യസ്ഥനാണ്. പരിശുദ്ധാത്മാവ് ലോകത്തിന്റെ കാര്യസ്ഥനാണ്. ഈ വീട് നിങ്ങൾ അങ്ങനെ തന്നെ പിടിക്കണം. കാരണം ഈ ലോകത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവിലുണ്ട്. നിങ്ങൾ പിടിക്കുന്നില്ലെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. ആമേൻ. കാരണം ഇങ്ങനെ എന്താണെന്ന് ചോദിച്ചാൽ, എഫെസ്യ ലേഖനം അതിൻ്റെ 20 മുതൽ താഴോട്ട് പഠിക്കാൻ നേരത്ത് ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പറയാണ്, അങ്ങനെ അത് ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ എഫെസ്യ ലേഖനം അതിൻ്റെ 20 മുതൽ ഒന്ന് വായിച്ചു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു, സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും എല്ലാ ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവത്തിനും അവന്റെ കാൽ കീഴാക്കി, സർവത്തെയും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവൻ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ഒന്ന് പറ, യേശു കീഴടക്കി വിട്ടതിൽ ഒന്നിനെയും കീഴടക്കാൻ വിട്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും മിണ്ടായിരിക്കുന്നു. മുണ്ടക്കയത്തിലെ സകല ഭൂതങ്ങളെ അവൻ കീഴടക്കിയിട്ടുണ്ട്. ഓ, ഈ ജീൻസ് ഒന്നും മിണ്ടുന്നില്ലല്ലോ. എല്ലാത്തിനെയും അവൻ കീഴടക്കിയിട്ടുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം പഠിക്കുമ്പോൾ സൃഷ്ടി ദൈവപുത്രന്മാരുടെ സ്വാതന്ത്ര്യത്തെ, ദൈവപുത്രന്മാർ അവരുടെ സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിക്കുന്നത് നോക്കി മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക. മായയ്ക്ക് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കീഴ്പ്പെടുത്താൻ എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയിരിക്കുക. പക്ഷെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന അനുസരിച്ച് ചിലർ കീഴടങ്ങിയിരിക്കുകയാണ്. പുത്രന്മാര്, ആരാ പുത്രന്മാര്? നമ്മളാണ് പുത്രന്മാർ. പുത്രന്മാർ അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. ആമേൻ. ഈ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യേശു എല്ലാത്തിനെയും കീഴടക്കിയിട്ട് ഇതിൻ്റെ ഫുൾ വെളിപ്പെടുത്തൽ നൽകാതെ സഭയ്ക്ക് മാത്രം വെളിപ്പെടുത്തിയിട്ട് പോവുക. ഞാൻ കീഴടക്കിയിട്ടുണ്ട്, നിങ്ങൾ പോയി നിങ്ങളുടെ അധികാരം പറഞ്ഞ് അതിനെ സ്വന്തം അവകാശമാക്കിക്കോ. ആമേൻ. ഒന്നുകൂടി പറഞ്ഞാൽ, നിങ്ങളെയാണ് സാത്താൻ കീഴടക്കിയത്, ഞാൻ അവനെ കീഴടക്കിയിട്ടുണ്ട്, നിങ്ങൾ പോയി ചവിട്ടിക്കോ. ഓ, നിങ്ങളതിൻ്റെ കൂടെ ഇല്ല എന്നതാ. അങ്ങനെ വന്ന് നിൽക്കുമ്പം നമ്മളിത് അറിയാതിരുന്നാൽ, നമ്മളിത് ചെയ്യാതിരുന്നാൽ, നമ്മൾ വീണ്ടും കീഴടങ്ങിയിരുന്നാൽ സാത്താൻ നമ്മുടെ അധികാരം എടുത്ത് നമ്മളെ അവൻ. ഞാൻ ഇന്ന് പകലും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, യേശുക്രിസ്തു മുഴുവൻ ലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി മരിച്ചതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ സഭയ്ക്ക് മാത്രമല്ല മുഴുവൻ ലോകത്തിനും കാര്യസ്ഥനാണ്, അഥവാ നിയന്ത്രിക്കുന്നവൻ. ഒന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ, പാപം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു പോയപ്പോൾ 1-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 1 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ, ആദിയിൽ ദൈവം ആകാശം സ്വർഗവും
ഭൂമിയും സൃഷ്ടിച്ചു. പാഴും ശൂന്യമായി തീർന്നപ്പോൾ, പാഴും ശൂന്യമായൊരു ഭൂമിയെയും സ്വർഗത്തെയുമല്ല ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ സാത്താന്യ കാൽസ്പർശം കൊണ്ട് അത് പാഴും ശൂന്യമായി പോയതാ. ഇടയ്ക്കത്തെ ഭാഗങ്ങൾ അവിടെ കൂട്ടിയോജിപ്പിച്ചിട്ടില്ല. അങ്ങനെ പാഴും ശൂന്യമായി പോയ ഈ ഭൂമി പൂർണ്ണമായി നശിക്കാതിരിക്കാൻ സംരക്ഷിച്ചത് പരിശുദ്ധാത്മാവാണ്. ആഴങ്ങളുടെ മീതെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു കൊണ്ടേയിരുന്നു. ആമേൻ. മുന്നോട്ട് വരുമ്പോൾ പാപം ചെയ്ത് പിന്നെയും പോയ മനുഷ്യൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമുണ്ടായിരുന്നു. ആത്മാവ് ധാർമ്മികമായ ബോധത്തിലൂടെ അവരെ നടത്തിക്കൊണ്ടേയിരുന്നു. അവരുടെ അകത്ത് തെറ്റ് പറ്റുന്നവനെ തിരുത്താനുള്ള ബോധം അവരുടെ അകത്ത് കൊടുത്തുകൊണ്ടിരുന്നു. 6-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം. ഹല്ലേലൂയ. പാപം ചെയ്ത് അകന്നു പോകുന്ന മനുഷ്യനെ തേടി വീണ്ടും പറയുകയാണ്, എൻ്റെ ആത്മാവ് വീണ്ടും പാപം ചെയ്ത അവൻ്റെ ഉള്ളിൽ സദാകാലവും വ്യാപരിച്ചു കൊണ്ടിരിക്കത്തില്ല. അങ്ങനെ വിട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി യേശുക്രിസ്തു മുഴു ലോകത്തിനും പാപത്തിന് പരിഹാരം എനിക്കും നിനക്കും വേണ്ടി സർവജാതി മതസ്ഥ ജനിക്കപ്പെട്ട സകല ഭാഷയിലും ഗോത്രത്തിലും ഉള്ള സകലർക്കും വേണ്ടി യേശു പരിഹാരം വരുത്തി. ആരുടെയും മുഖത്ത് നോക്കി സാത്താന് നീ പാപിയാണെന്ന് വിരൽ ചൂണ്ടാൻ പറ്റാത്ത രീതിയിൽ ഒരു പുണ്യാക രക്തം ക്രൂശിൽ ചൊരിയപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ആ പരിശുദ്ധാത്മാവിനെ ലോകത്തിൻ്റെയും തിരിച്ചറിഞ്ഞ സഭയുടെയും കാര്യസ്ഥനാക്കി. സ്വീകരിക്കണം നിങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ വിശ്വസിച്ചവന് നീതിബോധം ഉണ്ടാകും. ക്രിസ്തുവിനെ അവൻ വിശ്വസിച്ചതുകൊണ്ട് വിശ്വസിച്ചവരുടെ ഉള്ളിൽ നീതിബോധം ഉണ്ടാകും. ഹല്ലേലൂയ. വിശ്വസിക്കാത്തവരുടെ ഉള്ളിൽ പാപബോധം ഉണ്ടാകും. കാരണം ഒരു ധാർമ്മികതയുടെ രൂപത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇവരുടെ മേൽ സ്വാധീനം ചെലുത്തും. അങ്ങനെയല്ല എഴുതിയേ? വായിച്ചു നോക്കിയേ, എടുത്ത ആൾ വായിച്ചേ. എന്നാൽ 7-ാം വാക്യം, 7-8 വാക്യം, 16-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഇത് ലോകത്തിനും സഭയ്ക്ക് ഒരുപോലെ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവാ. ഇത് സഭ അറിയണം. ആമേൻ. നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് സുവിശേഷം പറയുമ്പോൾ അവൻ്റെ അകത്ത് പാപബോധം കൊണ്ടുവരുന്നത് ആരാ? പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ അകത്ത് ധാർമ്മികത വെളിപ്പെടുത്തി നീ ചെയ്യുന്നത് തെറ്റാണെന്നും നീ ചെയ്യുന്ന വിഷയം നിന്റെ അകത്ത് പാപത്തിൻ്റെ കുത്തവൻ്റെ അകത്തേക്ക് ഇടുന്നത് പരിശുദ്ധാത്മാവാ. വിശ്വസിക്കുക, ലോകത്തിൻ്റെ ഇടയിലും പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ട്. സഭ ഇതറിഞ്ഞാൽ ഡെലിവറൻസ് വലുതാണ്. ആമേൻ. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല. ഓക്കെ, ഇവിടുത്തെ MLA ആരാ? ഇവിടുത്തെ MLA ആരാ? ഞാൻ പറയാണ്, ജോർജാണ് ഇവിടുത്തെ MLA എന്ന് വിചാരിക്കുക. ആരാണ്? നമ്മൾ ഈ ജോർജാൻ ഇവിടുത്തെ MLA എന്ന് വിചാരിക്കുക. ഒരു സ്വതന്ത്രം പറ. നിങ്ങൾ ആരും മിണ്ടുന്നില്ല. പത്മയാണ്ടി പഴയ ഗമയായിരിക്കുമോ വരുമ്പോ? ആണോ? പോരുന്ന വഴിക്ക് അവിടുത്തെ പോലീസുകാരെന്തെങ്കിലും പറഞ്ഞ് പേടിക്കുമോ? എന്ത് കാരണം? എന്തുവാ? ഞങ്ങളുടെ ചർച്ചിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇവിടുത്തെ MLA. നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. മനസ്സിലായി? നിങ്ങളുടെ അകത്തെ കാര്യസ്ഥൻ തന്നെയാണ് ഈ ലോകത്തിന്റെ കാര്യസ്ഥൻ. മനസ്സിലാക്കുക. ഈ ദൂത് അകത്തേക്ക് കയറിയാൽ നീ പറയുന്ന കാര്യം അവന് ആകുന്നില്ല തോന്നൽ മാറ്റുക. അവനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാള് ഈ അന്തരീക്ഷത്തിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഇത് സഭ അറിയണം. അവനെങ്ങനെ ഇതിനെ മനസ്സിലാക്കുമെന്നുള്ള ചോദ്യം നിങ്ങളുടെ അകത്ത് വേണ്ട. സകലത്തിൻ്റെയും നിയന്ത്രണം പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലാണ്. സഭ ഇത് പറയാത്തിടത്തോളം, സഭ ഇത് അറിയാത്തിടത്തോളം കാലം ഇത് വർക്ക് ചെയ്യത്തില്ല.
വർക്ക് ചെയ്യത്തില്ല. ഹല്ലേലൂയ. സഭ അറിയേണ്ട ഏറ്റവും വലിയൊരു ദൂതാണ്, ഹല്ലേലൂയ, പരിശുദ്ധ യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചതുകൊണ്ട് സാത്താന് ലോകത്തിന്റെ മേലുള്ള നിയന്ത്രണം വിട്ടു. ഇപ്പം അധികാരം സഭയുടെ കയ്യിലാണ്. സഭ പറഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന്റെ വർക്ക് ദേശത്തിന്റെ മേലും സംഭവിക്കും. എത്രത്തോളം കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. അകത്ത് കയറിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഈ ദൂതിനെ നന്നായി വർക്ക് ചെയ്യുക. നീ പറഞ്ഞാൽ ചിലത് തിരിയും. അപ്പോസ്തലന്മാർ ഏഥൻസിൽ ചെല്ലുമ്പോൾ, എഫെസോസിൽ ചെല്ലുമ്പോൾ അന്തരീക്ഷം തിരിയുന്നത് അവരുടെ ഉള്ളിലാണ് സുപ്രീം അതോറിറ്റി വർക്ക് ചെയ്യുന്നത്. ഈ ദൂതിന്റെ വിടുതൽ ഈ ദേശത്തിന്റെ, നമ്മൾ ഇവിടെ നിന്ന് ഇത് പറയാൻ നേരത്ത് ഇവിടെ പേടിക്കുന്ന ഭൂതങ്ങളുണ്ടെന്ന് അറിഞ്ഞോണം. ഹല്ലേലൂയ. നിന്റെ അകത്ത് നിന്നെ നയിക്കുന്ന നിന്റെ കാര്യസ്ഥൻ തന്നെ ഈ ലോകത്തിന്റെ കാര്യസ്ഥനാകുകയാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഈ ദേശത്തിലുള്ള ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അവരെ നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പത്രസമ്മേളനം നിങ്ങൾക്കെല്ലാം ദുഃഖം ഉളവാക്കിയെന്ന് പത്രം വായിക്കുന്നവർക്ക് തോന്നുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഒരു വലിയ ബോംബ് പൊട്ടിച്ചു അല്ലേ? ആരുടെ മുഖത്തോട്ട് ആരും പത്രം വായിക്കുന്നില്ലെന്നോ സോഷ്യൽ മീഡിയക്കാർ അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. അമേനോ കള്ളയോട്ട് ചെയ്തതെന്നുള്ളത് അത് പിന്നെ ചെയ്യുന്നതാണ് പറയാം. വോട്ടർ ഐ ഡി അങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്. എന്താ കർത്താവ് ഇതിന് ചെയ്യുന്ന? ആരെയാണത്? സുപ്രീം കോടതി വരെ ചെറിയ ചായ്വ് ഇലക്ഷൻ കമ്മീഷൻ വരെ ചെറിയല്ല നല്ല ചായ്വ് നടത്തുമ്പോൾ ഇതിനെ ആര് നിയന്ത്രിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ വീടിൻ്റെ അകത്തേക്ക് തള്ളിക്കയറ്റുന്ന ഒരു സുപ്രീം അതോറിറ്റി ഇതിൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ പറയും, നിങ്ങൾ കയറി നിൽക്കാമെങ്കിൽ 1-2 ശക്തമായ ദൂത് ചരിത്രത്തിനകത്ത് നിന്ന് ഞാൻ ആത്മാവിൽ പറയാം. സകലത്തിൻ്റെ മേലും മലിനതകൾ ഇടുന്ന ഈ ലോകത്തിൻ്റെ ദൈവം അല്ല ഇതിൻ്റെ സുപ്രീം അതോറിറ്റി. അവനൊരു കാര്യസ്ഥനാണ്. അവനാണ് പരിശുദ്ധാത്മാവ്. കരമടിച്ച ദൂത് ഈ സഭയ്ക്ക് വേണ്ടി ഈ ദൂത് ഞാനിത് പറയുമ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. നിന്നെ നയിക്കുന്ന ആത്മാവാണ് ഈ ദേശത്തെയും നയിക്കുന്നത്. അവർ വിശ്വസിച്ചില്ല, നിങ്ങൾ വിശ്വസിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ അകത്ത് ആത്മാവിനകത്തുള്ളത് കൂടെ തുറക്കും. ആത്മാവിനകത്തുള്ളത് നിങ്ങളുടെ ഉള്ളിൽ തുറന്നാൽ നിങ്ങളിലൂടെ ദേശത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ദൈവം തന്റെ അഭിഷേകം നിങ്ങളുടെ മേലയക്കും. ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇവിടുത്തെ ഭരണം കൈയാളുന്നെങ്കിലും ദൈവം അവരോടല്ല ചോദിക്കുന്നത്. ഈ ദേശത്തിന്റെ കാവൽക്കാരായി നിങ്ങളെ ദൈവം കണ്ടിരിക്കുക. ഇതിന്റെ ഉത്തരവാദിത്തം ദൈവം ചോദിക്കുന്നത് നിങ്ങളോടാണ്. 1-2 നിമിഷങ്ങൾ അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ ദൂതിനെ ഉള്ളത്തിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ വിശ്വാസത്തോടെ പറയണം. നീ നാവ് തുറന്ന് ചിലരോട് യേശുവിനെ പറ്റി പറയുമ്പോൾ നിന്റെ കാര്യസ്ഥൻ അവൻ്റെ അകത്ത് ഒരു രൂപാന്തരം വരത്തക്ക രീതിയിൽ ദൈവീയ അഭിഷേകം നിന്നിൽ നിന്ന് വ്യാപരിക്കും. ആമേൻ. 1, 2, 3 നൂറ്റാണ്ടുകൾക്കകത്ത് അപ്പോസ്തലന്മാരുടെ ശക്തമായ ഇടപെടൽ സഭയോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു. 1-2 നൂറ്റാണ്ടുകൾക്ക് ശേഷം, ഒന്നുകൂടി പറഞ്ഞാൽ താഴോട്ട് വരാൻ നേരത്ത്, സഭ അപ്പോസ്തലിക ഉപദേശത്തിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ പ്രകാശനത്തിൽ നിന്നും താഴെപ്പോയി. സഭ കേവലം മതമായി തീർന്നു. അവൻ ഇന്ന് ഇവിടെ സംഭവിക്കുന്നത് പോലെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ്. എല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾക്ക് ഈ വിഷയങ്ങൾക്കകത്ത് ഒരു ഉത്സാഹം ഇല്ലെന്ന് തോന്നുന്നു. ഒരു കൈകടത്തില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു രാഷ്ട്രീയം പറയാന്നുള്ളത്. പക്ഷെ ഈ ഇടയായിട്ട് രാഷ്ട്രീയത്തിനകത്തൂടെ
കയറുന്നില്ല എങ്കിലും അതിനകത്തൂടെ നിയന്ത്രിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ലോകത്തിൻ്റെ മേൽ അല്ലെങ്കിൽ കൈകാര്യം നടത്താൻ പരിശുദ്ധാത്മാവ് റെഡിയായിട്ട് നിൽക്കുക. ഒന്ന് പറ, ഇതിനകത്ത് മന്ത്രിമാർ എഴുന്നേക്കും. ഓ പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് ഹല്ലേലൂയ കളക്ടർമാർ എഴുന്നേൽക്കും. ഹല്ലേലൂയ. യഥാർത്ഥ ഭരണം കൈയാളുന്ന ആൾക്കാർ ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കും. ആമേൻ. ഈ കുറച്ച് നാൾ മുമ്പ് അമേരിക്കയിലേക്ക് ടിജോ പാസിന് ഇൻവിറ്റേഷൻ കിട്ടിയപ്പം പോകാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിനെതിരെ അവിടെ കേസ് കൊടുത്തേക്കുക. അങ്ങനെ വർഷങ്ങൾ നീണ്ടു അദ്ദേഹത്തിന് പോകാൻ പറ്റാത്ത രീതിയിൽ, അങ്ങോട്ട് കിടക്കാൻ പറ്റാത്ത രീതിയിലായി. മലയാളി ചർച്ചിൽ നിന്ന് ഇൻവിറ്റേഷൻ കിട്ടിയ, അതുകൊണ്ട് പിന്നെ പോകാൻ പറ്റിയില്ല. അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഒരു ക്യാമ്പിനിടയിൽ. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഇംഗ്ലീഷ് ചർച്ചിലെ ഒരു വൈറ്റ് ലേഡിക്ക് തോമസ് എന്ന പേര്, ഇന്ത്യയിലെ പ്രവാചകൻ തോമസ്, അവർ എടുത്തെല്ലാം നോക്കിയപ്പോൾ തോമസ് ടിജോയാണെന്ന് മനസ്സിലായി. അവർ ഇൻവിറ്റേഷൻ അവരിങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ചർച്ചിലേക്ക് ഇൻവിറ്റേഷൻ കൊടുക്കുന്നെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ഞാൻ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എനിക്കെതിരെ കേസുണ്ട്, അവരെന്നെ ജയിലിൽ പിടിച്ചിടും. അപ്പോൾ പറഞ്ഞു എന്താണ് കേസ്? അവിടുത്തെ മെയിൻ ഗവർണർമാരുൾപ്പെടെ ഇവരുടെ ചർച്ചിലെ മെമ്പർമാരാണ്. ഏതാണ് നിങ്ങളുടെ ഉള്ള കേസ്? തപ്പിയെടുത്തപ്പം അവിടുത്തെ ഒരു മലയാളി പാസ്റ്ററാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തേക്കുന്നത്. അന്നേരം വിളിച്ചു അദ്ദേഹത്തെ, നീ എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്? ലാസ്റ്റ് ഇദ്ദേഹത്തെ വിളിച്ച് ക്ഷമ പറയേണ്ടി വന്നു അവിടെ നിൽക്കാൻ വേണ്ടി. ആമേൻ, ഹല്ലേലൂയ. ഒരു സഭയ്ക്കകത്തേക്ക് ഇൻവിറ്റേഷൻ കിട്ടിയപ്പം സംഭവം തിരിയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്നാണ് തോന്നുന്നത്, ദൈവം യേശു കർത്താവ് പ്രസാദവർഷം പ്രസംഗിച്ചിട്ട് നിൽക്കുകയാണ്. പ്രതികാര വർഷം സഭയ്ക്കുള്ളതാണ്. കുഞ്ഞാടിൻ്റെ മുഖമേ ഉള്ളു, സഭയുടെ കുഞ്ഞാടിൻ്റെ മുഖമേ കണ്ടിട്ടുള്ളു ഈ ദേശം. സഭയ്ക്ക് വേറൊരു മുഖമുണ്ട്, ക്രിസ്തു വെളിപ്പെടുന്ന, അത് സിംഹത്തിൻ്റെ മുഖമാണ്. ഹല്ലേലൂയ. ഒരിക്കലൊരു രാജാവിൻ്റെ മുമ്പിൽ അത് വെളിപ്പെട്ടപ്പോൾ അവൻ കൃമിക്കരയായി. ഒറ്റയടിക്ക് താഴെ പോയി. ഇന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദ എൻഡ് ഓഫ് ദ ഏജിൽ വന്ന് നിൽക്കുമ്പോൾ സഭയുടെ മുഖം ദൈവത്തിൻ്റെ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ യഹൂദാ ഗോത്രത്തിലെ സിംഹമായി വെളിപ്പെടും. ആമേൻ. എഫെസ്യ ലേഖനം, കൊലോസ്യ ലേഖനം ഒക്കെ സഭയുടെ അതോറിറ്റി കാണിക്കുന്ന ലേഖനങ്ങളാണ്. അതോറിറ്റി. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, കൃപാവരങ്ങൾ നിങ്ങളുടെ മേൽ വരുമ്പോൾ തന്നെ നിങ്ങൾ അറിയിരിക്കണം, ദേശത്തിൻ്റെ മേൽ നിങ്ങളുടെ മേൽക്കൊരു അധികാരമുണ്ട്. ഹല്ലേലൂയ. അവിടെ വായിച്ച വാക്യത്തിനകത്ത് സ്വർഗത്തിലും ഭൂമിയിലും, ഒരു വാക്കോടെ പറഞ്ഞു, ഈ ലോകത്തിലും വരുവാനുള്ളതിലും എല്ലാത്തിനും മീതെ അവനെ ഇരുത്തി. മീതെ ഇരുത്തിയവൻ തൻ്റെ അധികാരം തൻ്റെ ശരീരമായ സഭയ്ക്ക് നൽകി. ആരാണത്? നിങ്ങൾക്കറിയാമോ? അറിയാമോ അതാരാണ്? ആരാ? തോമസാ? അറിയോ? വെള്ളം കുടിച്ച് തീർക്കരുത്. വെള്ളം കുടിക്കുമ്പോൾ ഇത് അകത്തോട്ട് വിട്ടേക്കണം. ആമേൻ. എന്താണ് അത്? ഞാനാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ ആഴ്ച മുതൽ ബി പ്രാക്ടീസ്. അയലോക്കംകാരോട് കർത്താവ് ഇതൊക്കെ അങ്ങനെ ഒരു കേൾക്കൊന്നും അറിയത്തില്ല, ഒന്ന് പ്രാക്ടീസ് ചെയ്യും. ബസ്സേ പോകുമ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യും. എന്താണെന്നറിയാമോ? നിങ്ങളുടെ അകത്തിരിക്കുന്ന കാര്യസ്ഥന്റെ കയ്യിൽ നിങ്ങളെ വിട്ടുകൊടുത്താൽ അവനാണ് ഈ സകലത്തെ റൂൾ ചെയ്യുന്നത്. ഇതാണ് ആ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞത്, കൊച്ചെ നിന്റെ അകത്തിരിക്കുന്ന അതേ കാര്യസ്ഥൻ തന്നെയാണ് ഈ ദേശത്തെ റൂൾ ചെയ്യുന്നത്. അല്ലെ, നിനക്ക് വേണ്ടി അവൻ കാര്യങ്ങളെ അനുകൂലമാക്കും. അവൾ വീട്ടിൽ ചെന്ന് കയറുന്നതിന് മുമ്പ് കാല് വെച്ചിട്ട് ഇത് തന്നെ പറഞ്ഞു തരുമ്പോൾ അവളുടെ സാഹചര്യം മാറാൻ തുടങ്ങി. ഹല്ലേലൂയ. ആരും ഹല്ലേലൂയ അനുവാദം കൊടുക്കാതെ വണ്ണം അവളുടെ മുമ്പിൽ ദേശങ്ങൾ തുറക്കാൻ തുടങ്ങി. ഈ കഴിഞ്ഞ ആഴ്ചയിലെ സംഭവമാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ ദൂത് കേട്ടിട്ട് നീ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നിന്റെ കാര്യസ്ഥൻ ദേശത്തിലും കാര്യസ്ഥനാകൊണ്ട് അവൻ നിന്റെ മേൽ ഒരു അതോറിറ്റി ഈ പകലിട്ടിരിക്കും. ഹല്ലേലൂയ. എൻ്റെ അകത്ത് പരിശുദ്ധാത്മ ഒരു ആലോചന പറയുന്നു. ഈ മിസ്രൈമിലേക്ക് ഈ യോസഫ് ചെല്ലുമ്പോൾ ആ മനുഷ്യൻ
അടിമയായിട്ട് ചെന്ന അല്ലേ, അടിമയായിട്ട് ചെല്ലുന്നത്. പക്ഷെ അവൻ്റെ മേലുള്ള ദൈവനിയോഗം അവനെ ഒരു സുപ്രീം അതോറിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു. ആമേൻ. ഇസ്രയേലിൻ്റെ ഗോത്രപിതാക്കന്മാരെല്ലാം ചെല്ലുമ്പോഴും അവർ വിസിറ്റേഴ്സ് ആയിട്ട് ചെല്ലുന്നെങ്കിലും അവിടെ നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലായപ്പോൾ അവരും അല്പം കൂടെ അതോറിറ്റിയിലേക്ക് വന്നു. നിങ്ങൾ എന്നെ കേൾക്കുന്നോ? അതോറിറ്റിയിലോട്ട് വന്നു. പിന്നെ നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകത്തിനകത്താ, യോസഫിനെ അറിയാത്ത ഒരു രാജാവ് വന്നപ്പോൾ ഇത് തിരിഞ്ഞുപോയി. നിനക്കൊരു സുപ്രീം അതോറിറ്റി നിന്റെ ദേശത്തുണ്ടെങ്കിൽ നീ ആ ദേശത്തിന്റെ കാര്യക്കാരനാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പെട്ടെന്ന് ഗ്രഹിച്ചില്ലെങ്കിൽ കുറച്ച് നേരെ എടുത്ത് ഗ്രഹിച്ചാൽ മതി. ആമേൻ. ഞാൻ ഒന്നുകൂടി പറയാം. ഈ ദേശത്തെ നിനക്ക് അനുകൂലമാക്കാൻ ഈ ദേശത്തിൻ്റെ മേൽ കൈകാര്യം നടത്തുന്ന അധികാരി പരിശുദ്ധാത്മാവാണ്. പ്രഖ്യാപിക്കണം, ഇത് പുത്രന്റെ സ്വാതന്ത്ര്യമാണ്. പ്രഖ്യാപിക്കണം. ഹല്ലേലൂയ. നിങ്ങളല്ല അധികാരിയാണെന്ന് പറയുമ്പോൾ പറയണം, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ടല്ലോ, അവനാണ് ഇതിൻ്റെ മേൽ അധികാരി. ഇത് ദേശത്തിന് മുമ്പിൽ ഒരു മനുഷ്യൻ പ്രഖ്യാപിക്കാൻ തയ്യാറാണെങ്കിൽ അത്ഭുതങ്ങളെ നിങ്ങൾ കണ്ടിരിക്കും. സഭ മതമായി പോകുമ്പോൾ, മതത്തിന്റെ ഇഷ്ടങ്ങൾക്കകത്തേക്ക് അവർ ചിന്തിച്ചു തുടങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ അധികാരമുള്ളവനാരാ? സഭയാണ്. സഭ മിണ്ടിയാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അതും അങ്ങനെ ഒരു കാര്യമുണ്ട്. നീ അനങ്ങുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഒന്നും ചെയ്യത്തില്ല. ആമേൻ. അറിഞ്ഞവൻ മിണ്ടാതിരുന്നാൽ, സ്വീകരിച്ചവൻ മിണ്ടാതിരുന്നാൽ, അനുഭവിച്ചവൻ മിണ്ടാതിരുന്നാൽ, കൃപാവരമുള്ളവൻ അടങ്ങിയിരുന്നാൽ. അതുകൊണ്ടാണ് ഈ താഴ്വരയിൽ കൊണ്ടുവന്ന് ഒരുപാട് ആവർത്തിച്ച വാക്കാണ്, എങ്കിലും ആവർത്തിക്കുന്നു. മനുഷ്യപുത്ര, നിനക്ക് പ്രവചിക്കാവോ, വചനം പറയാവോ എന്ന് ചോദിക്കുന്നതിന് പിന്നിലെ കാര്യം, പറയാൻ പറ്റുമോ? ദൈവം സംഭവങ്ങളെ തിരിക്കാൻ പോവുക. കര ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. സഭ വെറും മതമായിപ്പോയി. 17-ാം നൂറ്റാണ്ടിൽ 16ന്റെ അവസാനങ്ങളിലാണ് ഒരു നവീകരണം സഭയ്ക്കകത്തേക്ക് ഉണ്ടാകുന്നത്. ചരിത്രത്തിനകത്തൂടെ കുറച്ചു നേരം ഓടുകയാണ്. ഒരു നവീകരണം ഉണ്ടാകുന്നത് മാർട്ടിൻ ലൂഥറിന്റെ കാലഘട്ടത്തിൽ. സഭ വെറും മതമായി നിൽക്കുമ്പോൾ, സഭയ്ക്കകത്ത് ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ, വെറും മതത്തിന്റെ ചുറ്റുപാടുകൾക്കകത്തൂടെ ക്രിസ്ത്യാനിത്വത്തിന്റെ ഭംഗി എന്തെന്നറിയാത്ത, ക്രിസ്ത്യാനിത്വത്തിന്റെ അതോറിറ്റി ലോകത്തിന് അറിയാൻ കഴിയാത്ത രീതി സഭ വെറും മതമായി നിൽക്കുമ്പോൾ ഒരു റിഫർമേഷൻ, ഒരു നവീകരണത്തിന് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ തുടങ്ങി. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ആമേൻ, ആമേൻ. സുപ്രീം അതോറിറ്റി ആകുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് മാർട്ടിൻ ലൂഥറിനകത്തൂടെ ഒരു നവീകരണം കൊണ്ടുവരുന്നത്. 18-ാം നൂറ്റാണ്ടിലേക്ക് ഒരു നൂറ്റാണ്ടോടെ മുന്നോട്ട് ഓടുമ്പോൾ ഇങ്ങനെ പോയാൽ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അന്ന് 17-ാം നൂറ്റാണ്ടിലുണ്ടായത് ഒരു പുതിയ തിയോളജി, അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന തിയോളജിയുടെ യഥാർത്ഥമായ ഒരു ഉപദേശ സംഹിത രൂപപ്പെടുകയാണ്. പ്രവർത്തികൾക്കകത്തൂടെ അല്ല വിശ്വാസം വ്യാപരിക്കുന്നത്, വിശ്വസിക്കുന്നവരിലൂടെയാണ് വിശ്വാസം വ്യാപരിക്കുന്നത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ നിലനിൽക്കും. ഇതൊരു വലിയ കാറ്റായിരുന്നു. ഇതാ സഭയ്ക്കകത്ത് തന്നെ ഉണ്ടായ ഉണർവാണ്. ഉണർവെന്ന് പറയാൻ പറ്റുകയല്ല, ഒരു നവീകരണമാണ്. അങ്ങനെ നവീകരണം സംഭവിച്ചു. അടുത്ത നൂറ്റാണ്ടുകളിലേക്ക് കയറുമ്പോൾ സംഭവിച്ച കാര്യം, ഹൃദയത്തിനകത്ത് ഇവർക്കറിയാം, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് നല്ല ഒരു തിയോളജി കിട്ടിയിട്ടുണ്ട്, നല്ലൊരു. പക്ഷെ ഇത് ഇവരുടെ ജീവിതത്തിനകത്ത് ഇല്ല. ഇത് ഇവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. അടുത്ത നൂറ്റാണ്ടുകളിലേക്ക് വരാൻ നേരത്ത് ഈ ദേശത്ത് അല്ലെങ്കിൽ മുഴുവൻ നിയന്ത്രണമുള്ള പരിശുദ്ധാത്മാവിന്റെ സ്വാധീനം കൊണ്ട്, ചിന്തകൾ ഇട്ടുകൊടുത്തുകൊണ്ട് കർത്താവിനെ അറിഞ്ഞവരുടെ ഉള്ളിൽ നീതിബോധം ആദ്യം കൊടുത്തു. അടുത്തതിൻ്റെയിലേക്ക് പോകുന്നത് ഒരു വിശുദ്ധിയിലേക്ക് ആ ജനത്തെ നയിക്കേണ്ടതിന്
ബൈബിളിനകത്ത് ഉപദേശങ്ങൾ ഇവർക്കറിയാം, ഉപദേശങ്ങൾ ഇവർ നിൽക്കാൻ തയ്യാറാകുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഉപദേശത്തിൻ്റെ ആ വിശുദ്ധി കാണത്തില്ല. അശുദ്ധി നിറഞ്ഞ ജീവിതവും ഉപദേശവും നല്ലതുമാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്ത ഒരു വിശുദ്ധിക്ക് വേർപെടുന്ന ഒരു ജനം സഭയിലേക്ക് വരുന്നത്, സഭയ്ക്കകത്ത് ഉണരുന്നത്. അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു. അവർ ഒരുമിച്ച് വിളിച്ച വിളിയാണ് പരിശുദ്ധാത്മാവേയും ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരണേ. അതിൻ്റെ അനന്തരമായി സഭ വിശുദ്ധീകരണത്തിലേക്ക് മാറണമെന്നുള്ള ആഗ്രഹബോധം ശക്തന്മാരായ പ്രസംഗകരെ സഭകൾക്കകത്ത് കൊണ്ടുവന്നു. ജോൺ വെസ്ലിയെ പോലെയുള്ള ശക്തന്മാരായ ഉണർവ് പ്രാസംഗ്യന്മാർ സഭയിൽ എഴുന്നേറ്റു. അവരുടെ ഉള്ളിലൂടെയുള്ള പ്രസംഗം വിശുദ്ധിയിലേക്ക് ജനത്തെ നയിക്കുകയും ആ സഭയിൽ തന്നെ വിശുദ്ധിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത നൂറ്റാണ്ട് 19ന്റെ അടുക്കലേക്ക് വരാൻ നേരത്ത് സഭ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. ഉപദേശമൊക്കെയാണ്, ജീവിതം ഏറെക്കുറെയൊക്കെ ഓക്കെ ആകുന്നുണ്ട്, പക്ഷെ കൃപാവരങ്ങൾ ജ്വലിക്കുന്നില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾക്കകത്ത് ക്രിസ്തു ശരീരത്തിൻ്റെ ഉണർവിലേക്കും അതിൻ്റെ നവീകരണത്തിലേക്കും കൊണ്ടുവരുന്ന ഉണർവുകളെ കുറിച്ച് ഇവർ തിരിച്ചറിയാൻ തുടങ്ങി. 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്തെത്തുമ്പോൾ നിങ്ങൾക്കറിയാം, ആഗ്നസ് എന്ന് പറയുന്ന സഹോദരി ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പെന്തക്കോസ്റ്റൽ മൂവ്മെൻ്റ് അല്ലല്ലോ, അല്ല, മെത്തഡിസ്റ്റ് മൂവ്മെൻറ്റുകളാണ്. എന്നൊരു പറഞ്ഞ വിശുദ്ധിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട, തീവ്രമായ വിശുദ്ധിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ കൂട്ടമായി ക്യാമ്പുകൾ ഉണ്ടാക്കി അവർ ദൈവത്തോട് യാചിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ നടുവിൽ അയക്കണം, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഇടയിലേക്ക് അയക്കണം. ആഴമേറിയ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദാഹം ഉണ്ടായപ്പോൾ ദൈവവചനം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ, വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ഹല്ലേലൂയ, ആമേൻ. ശമരിയിൽ ആത്മാവ് വന്നത്, ഹല്ലേലൂയ. കൊർന്നല്യോസിന്റെ ഭവനത്തിനകത്ത് പരിശുദ്ധാത്മാവ് വന്നത്, അന്ത്യോക്യയിൽ പരിശുദ്ധാത്മാവ് വന്നതിനെ കുറിച്ച് വായിച്ചപ്പോൾ സാറിന് പഠിപ്പിക്കുന്ന സാറിന് ആത്മാവില്ലെന്ന് ചോദിച്ചാൽ കൃപാവചനമില്ല. പഠിക്കുന്ന കുട്ടി പറയാ, തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്നെന്ന് ഈ സത്യവേദ വചനത്തിൽ കിടപ്പുണ്ട്. എൻ്റെ മേൽ കൈവച്ചാൽ ഞാൻ ഈ ആത്മാവിൻ്റെ നിറവ് അനുഭവിക്കും എന്ന് ഞാൻ മനസ്സിലാകുന്നു. ആമേൻ. ദീർഘദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിൽ ആ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൾ അറിയാതെ ഒരു ഭാഷ സംസാരിക്കാൻ തുടങ്ങി. ദീർഘദിവസങ്ങൾ അവൾ സംസാരിച്ച ഭാഷ ചൈനീസ് ഭാഷയാണ്. അവൾ സംസാരിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഞാൻ നീ എഴുതാൻ പറഞ്ഞു. അവളുടെ ഭാഷ സംസാരിക്കാൻ പറ്റുന്നില്ല. അവൾ സംസാരിക്കുന്നത് ചൈനീസാണ്. എഴുതാൻ പറഞ്ഞപ്പോൾ അവൾ എഴുതിയതും ചൈനീസാണ്. ആമേൻ. പറഞ്ഞതും എഴുതുന്നതും ചില ദിവസങ്ങൾ ചൈനീസ് വരാൻ തുടങ്ങിയപ്പോൾ അടുത്ത ദിവസത്തെ പത്രങ്ങൾക്കകത്ത് ആമേൻ അവൾ എഴുതിയത് വരെ കോപ്പിയെടുത്ത് വിടുവാനിടയായി തീർന്നു. അന്ന് അവിടെ നിന്ന് ഒരു പെന്തക്കോസ്റ്റലിൻ്റെ ഉണർവ് ആരംഭിച്ചു. അവിടെ നിന്ന് തുടങ്ങിയ അഭിഷിക്തന്മാരാണ് പുതിയ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ദേശത്തിൻ്റെ മേൽ വ്യാപരിച്ചിറങ്ങിയത്. അവിടെ നിന്ന് പുറത്തു വന്ന ദൈവദാസന്മാരുടെ പ്രസംഗങ്ങൾക്കകത്താണ് D.L. മൂഡി പോലെയുള്ള ദൈവദാസന്മാർ പുറത്തു വരുമ്പോൾ ഹല്ലേലൂയ ആത്മീയ ഉണർവുകൾ പെന്തക്കോസ്തിൻ്റെ ആരംഭമായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് ചർച്ച് ഓഫ് ഗോഡ് ഉളവാകുന്നത്. ഹല്ലേലൂയ. അതൊക്കെ പ്രാദേശിക ചർച്ച ആയിരുന്നു. ആ ചർച്ച് ഓഫ് ഗോഡ് ഉൾപ്പെടുന്ന ചർച്ചുകളെല്ലാം ഒരുമിച്ച് കൂടിയപ്പോൾ അസംബ്ലിയായി. അവർ ഒരുമിച്ച് കൂടാൻ ശ്രമിച്ചപ്പോൾ അതിന് പേരിട്ടു അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പേരിട്ടു. അന്നൊരു സഭയായിരുന്നില്ല. അതായിരുന്നു ആദ്യത്തെ ദൈവപ്രവർത്തിക്ക് കാരണമായി തീർന്നത്. ലോകത്തിൻ്റെ മുഴുവൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്ക ഉൾപ്പെടുന്ന ഇന്ത്യ ഉൾക്കൊള്ളുന്ന സകല രാജ്യങ്ങൾക്കകത്തേക്കും സുവിശേഷകന്മാർ അപ്പോസ്തലന്മാരായി അയക്കപ്പെട്ടു. അവർ പോയെടുത്തെല്ലാം ആത്മാവിൻ്റെ ഉണർവുകൾ ആരംഭിക്കാൻ തുടങ്ങി.
ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ഹല്ലേലൂയ. സഭ മതമായി തീർന്ന സാഹചര്യത്തിനകത്ത് നിന്ന് സുപ്രീം അതോറിറ്റിയാകുന്ന പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ നവീകരണങ്ങൾ ഇടാൻ തുടങ്ങി. നവീകരണം വിശുദ്ധിയിലേക്ക് മാറാൻ തുടങ്ങി. വിശുദ്ധീകരണം ആത്മീയ ഉണർവുകളിലേക്ക് മാറാൻ തുടങ്ങി. 16 നിന്ന് 20 എന്ന നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ ഹല്ലേലൂയ, ലോകം കണ്ടില്ലാത്ത ഉണർവുകൾ ശക്തിയോടെ വ്യാപരിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. 3-4 നൂറ്റാണ്ടുകൾ നിലനിന്ന ഉണർവുകളാണ് അതെങ്കിൽ ഇന്നത്തെ ഉണർവിനെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടിരിക്കുന്ന പ്രവചനം, അന്ത്യകാലത്തിൽ അവൻ സകല ജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അത് നൂറ്റാണ്ടുകളിലേക്ക് നീളുന്ന വലിയ ഉണർവുകളിലേക്ക് ആ സാഹചര്യം മാറും. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഹല്ലേലൂയ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്കറിയാം ചിലരുടെ ഉള്ളം കത്തും, അല്ല ചിലർ ഈ തിരിച്ചറിവിനകത്തേക്ക് വരും. അകത്ത് വചനമുള്ളവനും ആഗ്രഹമുള്ളവൻ്റെ അകത്ത് ഈ വചനം കത്തും. ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ എഫെസോസിലെ സഭയോട് പൗലോസ് പറയുന്ന വാക്കനുസരിച്ച്, നിങ്ങളുടെ മേൽ ആത്മാവ് പതിക്കപ്പെട്ടു എന്ന് പറയുന്ന വാക്കനുസരിച്ച് അവരുടെ മേൽ വന്ന് പതിഞ്ഞപ്പോൾ അവർ ഇന്ദ്രിയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു. എഫെസോസിലെ സഭയോട് പൗലോസ് പറയുന്ന കാര്യം, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട് നിങ്ങൾ ചിലതുകൂടി അറിയാനുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞാൽ, ഇത് ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ അവനെ സർവ്വത്തിനും തലയാക്കി വെച്ചതുപോലെ നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ എല്ലാത്തിൻ്റെ മേലൊരു അധികാരം നിന്റെ മേൽ വരുമെന്ന് തിരിച്ചറിയണം. നിന്റെ അവകാശത്തെക്കുറിച്ചുള്ള ബോധം നിന്റെ മേലുണ്ടാകണം. ഹല്ലേലൂയ. നിന്റെ വിളിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാകണം. പിതാവിനെ കുറിച്ച് പരിജ്ഞാനം ഉണ്ടാകേണ്ടതിന് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് നിന്റെ അകത്തുണ്ടെന്നും അത് നിന്റെ മേൽ ചോദിക്കുമെന്ന് നീ തിരിച്ചറിയണം. ഞാൻ പ്രവചിക്കുന്നു, സഭയെ നോക്കി നാളുകൾ കൊണ്ടുള്ള ഡ്രൈനസുകൾ പൊട്ടിക്കുന്ന ഉണർവുകൾക്ക് ഈ സഭ മൂലം ഈ ദേശത്ത് സാക്ഷ്യം നൽകാൻ പോവുകയാണ്. പിടിക്കാൻ പറ്റുന്നവർ പിടിച്ചു നന്നായി പിടിച്ചോണം. നിന്റെ വീടൊരു ഉണർവായി തീരും. നീ ഒരു ഉണർവായെങ്കിൽ നിന്റെ വീടൊരു ഉണർവാകും. നിന്റെ വീട്ടിനകത്തുള്ള പ്രാർത്ഥനകൾ അടുത്ത വീടിനെ കത്തിക്കും, അടുത്ത പട്ടണത്തെ കത്തിക്കും, അടുത്ത ദേശങ്ങളെ കത്തിക്കും. ഇന്ന് പകൽ തിരിച്ചറിയുക, നീ ഒരു സാധാരണക്കാരൻ അല്ലെന്നുള്ള തികഞ്ഞ ബോധ്യം നിന്റെ അകത്തുണ്ടാകട്ടെ. ചുമ്മാ ഇളക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആഗ്നസിന്റെ മേൽ വെളിപ്പെട്ട അഭിഷേകം അടുത്ത 25 പേരിലേക്ക് പകർന്നതുപോലെ പിന്നീട് അത് പകർന്നത് 13,000 ജനത്തിന്റെ മേലാണ്. പിന്നീട് അത് പകർന്നത് യുഗങ്ങൾക്കകത്ത് നീണ്ടു നിന്ന ഡ്രൈനസിനെ പൊട്ടിച്ചുകൊണ്ട് പെന്തക്കോസ്തിന്റെ ഉണർവ് ദേശങ്ങളുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നിന്റെ വീട്ടിലെ കോണിലാണെങ്കിലും നിന്റെ മേൽ ഇറങ്ങുന്നത് ലോകത്തിന്റെ മേൽ സുപ്രീം അതോറിറ്റിയുള്ള പരിശുദ്ധാത്മാവാണ്. സമയം മുന്നോട്ട് പോയി എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഈ ദൂതുവിടം കൊണ്ട് അവസാനിപ്പിക്കുക. എല്ലാവരും ദൈവസന എഴുന്നേറ്റ് നിന്നാണ് വിശ്വാസത്തോടെ പ്രതീക്ഷിക്കുക, നിങ്ങളുടെ അകത്തേക്ക് സ്വീകരിക്കുക. പഞ്ചേന്ദ്രിയങ്ങൾക്കകത്തേക്ക് ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഓരോ അറിവുകൾ, ഓരോ ഓർമ്മകൾ നിങ്ങളുടെ അകത്ത് ഓരോ ന്യൂറോണുകളെ കൊണ്ടുവരുന്നത്. അതാണ് നിങ്ങളുടെ ബുദ്ധി എന്ന് പറയുന്നത്, അതാണ് നിങ്ങളുടെ ഡേറ്റ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എല്ലാ ദുഷിച്ചതും ഹല്ലേലൂയ നിങ്ങളെ ദൈവം വിളിച്ച വിളിക്കകത്തേക്ക് നിങ്ങളെ കടത്താത്തവണ്ണം കയറി വന്ന സകല ഡേറ്റകളും ഇപ്പോൾ ക്യാൻസൽ ആകുന്നു.
ക്രിസ്തുവിൽ നീ ആരാണെന്നുള്ള തിരിച്ചറിവിനകത്തേക്ക് നിന്റെ യഥാർത്ഥ അറിവ് കയറട്ടെ. ഇതാ പൗലോസ് എഫെസോസിലെ സഭയോട് പറയുന്നത്. നീ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ, നീ എന്താണെന്ന് മനസ്സിലാക്കിയാൽ, നിന്റെ മേൽ വന്ന ആ മുദ്ര എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ, നിന്റെ അവകാശത്തിൻ്റെ അച്ചാരമായി നിന്റെ മേൽ പതിപ്പിച്ചിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബോധം ഉണ്ടായാൽ നീയാണ് അധികാരി എന്ന് നീ തിരിച്ചറിയും. നാം അധ്യായ എഫെസോസിലെ സഭയോട് പറയുന്നത്, യു ആർ നീയാണ് അധികാരി, നിന്റെ മേലാണ് അധികാരം പകർന്നിരിക്കുന്നത്. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ നിറവ് നിങ്ങളാണ്. ആമേൻ. ആ നിറവിൻ്റെ യഥാർത്ഥ വെളിപ്പെടുതലാക്കാൻ ആത്മാവിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കൃപാവരങ്ങളുടെ ജ്വലനങ്ങൾ ഉണ്ടാകാൻ പോവുക. ഉള്ളം തുറന്ന് ആഗ്രഹിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഒത്തിരി നാളായിട്ട് ഡ്രൈനസ്സിൽ കിടക്കുകയാണ്. ഒത്തിരി നാളായിട്ട് ഡ്രൈനസ്സിൽ ഞങ്ങൾ ആഗ്രഹിച്ചു പലതും, പ്രാർത്ഥിച്ചു പലതും, പ്രവർത്തിച്ചു പലതും, അധ്വാനിച്ചു പലരും, പറഞ്ഞു പലരും. ചിലർ കൂടെ നിന്നു, ചിലർ വിട്ടുപോയി. ഇന്ന് പകല് എത്ര പേര് സമർപ്പിക്കും? പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കുക എന്ന വാക്കിനേക്കാളും പരിശുദ്ധാത്മാവിനെ അനുവദിക്കും. ആമേൻ. പിന്നീട് കണ്ടത് ആമേൻ. ഹല്ലേലൂയ. ആ കാത്തലിക് ചർച്ചിനെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് സഭ വളർന്നു വരാൻ തുടങ്ങി. ഇന്ന് കണക്ക് തെറ്റി നിൽക്കുക കേട്ടോ. ഹല്ലേലൂയ. പെന്തക്കോസ്തൽ എന്ന സഭയ്ക്കകത്തേക്ക് വീണ്ടും മന്ദിപ്പ് കയറാൻ തുടങ്ങിയപ്പോൾ അതിനകത്തുനിന്ന് പുതിയതിനെ ദൈവം വീണ്ടും പുറത്തിറക്കി, വീണ്ടും പുറത്താക്കി. യെസ്, ഹല്ലേലൂയ. ഇതൊരു ഉണർവിൻ്റെ ചലനത്തിനുള്ള സാധ്യതകൾ തുറക്കുകയാണ്. ഹല്ലേലൂയ. ആര് പരിശുദ്ധാത്മാവിന് വേണ്ടി വേർതിരിക്കുന്നു, ആര് നിൽക്കുന്നു, അവർക്ക് വേണ്ടി ആത്മാവ് നിൽക്കും. എൻ്റെ വീട്ടിൽ നീ നിന്നാൽ നിനക്ക് വേണ്ടി ആത്മാവ് ഇറങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ദ്രിയങ്ങളുടെ മേൽ ഇറങ്ങി വന്നപ്പോൾ, ഹല്ലേലൂയ, നിയന്ത്രണം വിട്ടുപോയ, സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത, സ്വയമായ ഇച്ഛകളെ, ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവരെ നിയന്ത്രിക്കാൻ ആത്മാവിൻ്റെ കാര്യസ്ഥൻ. ആ വാക്കിൽ തന്നെ ഞാൻ പിടിക്കുകയാണ്. എല്ലാവരും ഒരു നിമിഷം സമർപ്പിച്ചാട്ടെ. കർത്താവേ, കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ എനിക്ക് വേണ്ടി ചെയ്യുന്നവനാണ്. ഹി നോ എവറിത്തിങ്, ഹി ക്യാൻ ഡു എവറിത്തിങ്. നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ നിൻ്റെ ചർച്ചിനെ, നിൻ്റെ കൂട്ടായ്മയെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിനകത്തേക്ക് കയറ്റുക. ആത്മാവിന് വിട്ടുകൊടുക്കുക. ആത്മാവാണ് സഭയെ റിവീൽ ചെയ്യുന്നത്. 1-ാം നൂറ്റാണ്ടിൽ മറച്ചു വെച്ച സഭയെ യെരൂശലേമിലെ മതം തോൽക്കുന്ന രീതിയിൽ, യെരൂശലേമിലെ മാളിക മുറിക്കകത്ത്, മർക്കോസിൻ്റെ മാളിക മുറിക്കകത്ത് റിവീൽ ചെയ്തെടുത്ത ഹോളി സ്പിരിറ്റ് ഉണ്ട്. അവൻ കാര്യസ്ഥനാണ്. ഹീ ഈസ് എ ഗുഡ് ഹെൽപ്പർ. അവനെ പോലെ സഹായിക്കാൻ അറിയാവുന്ന മറ്റൊരൊന്നുമില്ല. എല്ലാവരുടെയും കരമൊന്ന് തലയിലിട്ട് കൈവച്ച്, ക്രിസ്തു ശരീരത്തിൻ്റെ മുഴുപ്രവർത്തനത്തിനായി ഞങ്ങൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൽ നിക്ഷേപിക്കപ്പെട്ട കൃപാവരങ്ങളുടെ ജ്വലനങ്ങൾ ഈ നിമിഷം മുതൽ ഈ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുത്താൻ കർത്താവെ, അങ്ങ് നൽകുന്ന ബോധം, ക്രിസ്തുവിൽ ഞങ്ങൾക്ക് നൽകുന്ന നീതിബോധവും, ഞങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ഈ ദേശത്തിൻ്റെ മേൽ മുഴു നിയന്ത്രണമുള്ള പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ തന്നെ വിട്ടു നൽകുക. ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി സ്വീകരിച്ച് പരിഹാരമായി അറുക്കപ്പെട്ടു ഞങ്ങൾക്ക് വാങ്ങിത്തന്ന അധികാരത്തെ ഉപയോഗിക്കാൻ സഭ റെഡിയാകുകയാണ്. കൃപാവരവും അധികാരവും ഒരുമിച്ച് ഉപയോഗിക്കപ്പെടുന്നിടത്ത് സഭയുടെ വളർച്ചയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം കർത്താവേ. അത് ഞങ്ങൾ ഒരുമിച്ച് ഉപയോഗിക്കാൻ തയ്യാറാകുകയാണ്. ഈ ദേശത്തിൻ്റെ മേൽ വലിയ പ്രവർത്തനം ഉണ്ടാകട്ടെ, വലിയ പ്രവർത്തനം ഉണ്ടാകട്ടെ. ഞാൻ ഒരിക്കൽ കൂടി പ്രവചിക്കുന്നു, നാളുകൾക്കുള്ള ഈ ദേശത്തോടുള്ള വചനമാണ് ഞാൻ പ്രഖ്യാപിക്കുന്നു. വലിയ ദൈവപ്രവർത്തികൾ ദേശത്ത് സംഭവിക്കാൻ പോകുക, വലിയ പ്രവർത്തികൾ നിങ്ങളിലൂടെ സംഭവിക്കാൻ പോകുക. നീ പറയുന്നിടത്ത് ചിലർ കീഴടങ്ങും, നീ പറയുന്നിടത്ത് ചിലർ വീഴും. ഒരു കാര്യം കൂടെ
നിങ്ങളെന്ന് പറയുന്ന ചർച്ച്, നീ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ യഥാർത്ഥ മഹത്വത്തിന് വേണ്ടി നിൻ്റെ അകത്തൊരു കൃപാവരമുണ്ട്. അതെ, നിന്നെ അവൻ സ്ഥിരീകരണത്തിലേക്ക് കൊണ്ടുപോകാൻ. വ്യക്തിപരമായി ചിലരോട് ഞാൻ പറയുന്നു, ശുശ്രൂഷകൾ ഏറ്റെടുത്തോണം, നന്നായി ഏറ്റെടുത്തോണം. നീ വ്യത്യസ്തനായിത്തീരും. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്ന ക്രിസ്തു ഉപദേശവും അപ്പോസ്തലിക ഉപദേശത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു കൃപാവര ജ്വലനത്തിന് വേണ്ടി തയ്യാറാകുക. നിന്റെ കാല് രാജ്യങ്ങളെ തൊട്ട് ദൈവരാജ്യം ആക്കി തീർക്കാൻ കഴിയുന്നൊരു അഭിഷേകം നിന്നിൽ നിന്നൊഴുകാൻ പോവാം. ഒരുപാട് പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരേണ്ടവർ ഇതിനകത്ത് നിൽപ്പുണ്ട്. ഒരുപാട് പേരെ യേശുവിൻ്റെ വിടുതൽ അനുഭവിക്കേണ്ടവർ ഇതിനകത്ത് നിൽപ്പുണ്ട്. നീ നാവ് തുറന്നാൽ യേശുവിൻ്റെ അതോറിറ്റി സംഭവിക്കും. ഒരു ശതാധിപൻ പറയുകയാണ്, ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ അധികാരത്തിന് കീഴിലുള്ള ഒരു മനുഷ്യനോട് നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വരും, നീ അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകും. കർത്താവേ, ഞാൻ അറിയുന്നു, ഞാൻ ഈ ഭൂമിയിൽ ഈ ദേശത്തിൻ്റെ ശതാധിപതിയായി നിന്നുകൊണ്ട് എനിക്ക് കീഴിലുള്ളവരെ ഞാൻ എൻ്റെ അധികാരത്തിന് കീഴിൽ അവരെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും അങ്ങയിലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് കഴിയാത്ത ഒന്ന് അങ്ങേക്ക് കഴിയുമെന്നറിയാം. അങ്ങ് കൽപ്പിക്കണമേ. അന്ന് ശതാധിപൻ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അപ്പാ യേശുവേ, അങ്ങയുടെ മേൽ അധികാരമുണ്ട്, അങ്ങ് പറയണമേ, അതേ അധികാരം ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങളുടെ മേലാണ്. യേശു സമുദ്രത്തെ, കടലിനെ, കരയിലെ ഭൂതത്തെ, പ്രകൃതിയെ, കാറ്റിനെ വാക്കുകൊണ്ട് അടക്കിയതുപോലെ നിന്റെ നാവിനകത്ത് ഈ അതോറിറ്റി ഇരിപ്പുണ്ട്. ദൈവരാജ്യത്തിനകത്തേക്ക് വിളിക്കപ്പെടുന്ന നിനക്ക് ഈ ശുശ്രൂഷയുടെ പകർച്ച ഉണ്ടാകാൻ പോവുകയാണ്. ഞാൻ ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അകത്ത് ഈ കൃപാവര ജ്വലനം ഉണ്ടാകട്ടെ. ഞങ്ങൾ രാവിലെ കേട്ടതുപോലെ സെരുബാബേലിനെയും യോശുവായെയും ആലയം പണിയാൻ നിയോഗിച്ചു. ആലയ പണിക്കിടയിൽ സ്വന്തം വീട് പണിയാൻ പോയി ശപിക്കപ്പെട്ട പുരം നിൽക്കുമ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ ആലയം പണി തുടങ്ങുന്ന ദിവസം നിൻ്റെ വീട്ടിൽ അനുഗ്രഹം കയറും എന്ന വചനം പ്രതി ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ആലയം പണിയുന്നവരായി തീരട്ടെ. പത്രോസിനെ പോലെ, പത്രോസ്, നീ ഇനി മത്സ്യത്തിൻ്റെ പിറകെയല്ല, മനുഷ്യൻ്റെ പിറകെ. കാരണം അങ്ങനൊരു വല നിൻ്റെ മേലിടുകയാണ്. കർത്താവേ, ഒരു സുവിശേഷത്തിൻ്റെ വിശാലമായൊരു വലയെ ഞാൻ ഇവിടെ ഇന്ന് രാവിലെ വിരിക്കുന്നു. അത് അങ്ങയുടെ അതോറിറ്റിയോടെ ദേശത്തിൻ്റെ മീതെ ആവർത്തിച്ചെറിയാൻ പെരുത്ത മീൻകൂട്ടം പത്രോസിന് കിട്ടിയതുപോലെ പെരുപ്പമുള്ളൊരു ജനത്തെ ഇതിനകത്തേക്ക് കൊണ്ടുവരുവാൻ ഈ അതോറിറ്റി ഉപയോഗിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.